ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എന്റെ പേര് ലയ എന്നാണ്. അപ്പൊ കുറെ നാളായിട്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് വല്ല ഷോർട്സ് ഇട്ട് വീഡിയോസ് ഇല്ലാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് എന്റെ ഡെലിവറി കഴിഞ്ഞു. അപ്പൊ കുട്ടി ഭയങ്കര ബിസിയും കാര്യങ്ങളായിട്ട് അവന്റെ കാര്യങ്ങൾ നോക്കി പോണു. അപ്പൊ വീഡിയോ എടുക്കാൻ ടൈമില്ല. ഹസ്ബൻഡിന്റെ വീട്ടിലോട്ട് വന്നപ്പോഴേക്കും ഇവിടെ ഞാനും അമ്മയും ഉള്ളതുകൊണ്ട് തന്നെ കുട്ടീനെ മാനേജ് ചെയ്യാൻ കുറച്ച് പണിയാണ്. അമ്മക്കും കുറച്ച് വയ്യാത്തയാണ്. അപ്പോൾ ടൈം ഒട്ടും കിട്ടുന്നില്ല. അപ്പൊ കുറെ പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ചെയ്തിട്ടോ, കുറെ പേരെന്ന് വെച്ചാൽ രണ്ടു മൂന്ന് പേരൊക്കെ മെസ്സേജ് ചെയ്ത് ഓരോ വീഡിയോസ് ഒക്കെ ഇടാൻ നേരത്ത് മെസ്സേജ് ചെയ്യുന്ന ഇതാണ്: എന്താ ചേച്ചി വീഡിയോ ഇല്ലാത്ത, വീഡിയോ ഇട്ട് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ വീഡിയോ ഇടാൻ ടൈം കിട്ടുന്നില്ല. പിന്നെ അത് മാത്രല്ല, വീഡിയോ എടുക്കണമെങ്കിൽ ഇവനെ ഉറക്കണം. ഇവനാണെങ്കിൽ കുറച്ചു നേരമൊക്കെ ഉറങ്ങുള്ളൂ പകലിപ്പോ. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു 8 മന്ത് ആയപ്പോ അവന്റെ ഉറക്കവും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു പകല്. അപ്പൊ ആ ടൈമിൽ ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കുവോ, വീട്ടിൽ അത്യാവശ്യം എന്റെ കാര്യങ്ങളും പണികളൊക്കെ ചെയ്യാൻ നിൽക്കുവോ എന്ന് വെച്ചാൽ ആകെ കൺഫ്യൂഷനാണ്. എന്നാലും കിട്ടുന്ന ടൈമിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ റീൽസ് ഒക്കെ ഇട്ട് പോകുന്നേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് കുറച്ച് അൺബോക്സിംഗ് ആട്ടോ. ഞാൻ മീഷോന്ന് കുറച്ച് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം മിക്സ്ഡ് ആണ് കേട്ടോ. അതായത് ബേബിന്റെ കുറച്ചുണ്ട്, എനിക്ക് വേണ്ടി വാങ്ങിച്ചതുണ്ട്. അങ്ങനെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു അൺബോക്സിംഗ് ആട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് അൺബോക്സിംഗിലോട്ട് പോകാം. പിന്നെ ഇതിന്റെ പ്രൊഡക്റ്റിന്റെ ലിങ്കും ഡീറ്റെയിൽസും ഞാൻ എന്റെ പ്രൊഫൈലിലെ ബയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. വേണ്ടവർ ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും ഉണ്ട് കേട്ടോ നമുക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടി. ഇതെല്ലാം മീഷോയിൽ നിന്ന് വന്നതാട്ടോ. അപ്പം നമുക്ക് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത്, ഞാൻ മീഷോയിൽ നിന്ന് 3 ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് മാത്രമല്ല, ഓൾറെഡി വേറെ ഉണ്ട്. ഫസ്റ്റ് ഞാൻ ഡ്രസ്സിന്റെ കാണിക്കാം ഞാൻ എടുത്തത്. അപ്പൊ 3 ഡ്രസ്സാണ് ഞാൻ എടുത്തത്. അപ്പൊ ഞാൻ ഓരോന്ന് ഇതം കാണിക്കാം. ഇത് 3 ഞാൻ അണ്ടർ 250 എടുത്തതാണ് കേട്ടോ. ഫസ്റ്റ് വൺ വന്നിട്ട്, ഇത് ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്. റീൽസ് എടുത്ത ഇതിന്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ. ഈ ഒരു ടുണിക് ടോപ്പാണ്. നല്ല അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ആ ഒരു പിക്ചറിൽ കണ്ടത് എന്താണോ സെയിം എനിക്ക് അങ്ങനെ തന്നെ എനിക്ക് ഇഷ്ടമായി. ഇത് വരുന്ന ഒരു വീനക്കായിട്ടാണ് കേട്ടോ വരുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നല്ല വീനക്കാണ് വരുന്നത്. പിന്നെ ഇതിന്റെ സ്ലീവ്സ് വന്നിട്ട് 3/4 സ്ലീവ്സ് ആണ്. പിന്നെ ഇത് ഇവിടെ ഒരു ടൈ ചെയ്യാനായിട്ട്, ഇവിടെ ഒരു ടൈ ചെയ്യാനായിട്ട് വെസ്റ്റിന്റെ അവിടെ ഒരു കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, എനിക്ക് ഫീഡ് ചെയ്യാൻ പാകത്തിനുള്ള ഡ്രസ്സാണ് ഇപ്പൊ ഞാൻ നോക്കുന്നത് കേട്ടോ കൂടുതലും. എന്ന് വെച്ചാൽ കുഞ്ഞിനായിട്ട് പുറത്തേക്ക് പോകുമ്പോഴാണെങ്കിലും അവന് ഫീഡ് ചെയ്യണമല്ലോ. അതുകൊണ്ട് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സാണ് കൂടുതൽ നോക്കുന്നത്. ഞാൻ പിക്ചറിൽ എന്താണോ കണ്ടത്, എനിക്ക് അത് കിട്ടിയ പോലെ തന്നെ തോന്നി. ഇടുമ്പോഴും ഭയങ്കര കംഫർട്ട് ആയിട്ടുണ്ട്. അണ്ടർ 250 ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട്. പിന്നെ ഇടയ്ക്ക് എന്തോ ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായതാണ്. ഒരുപാട് വെച്ചാൽ ഒരുപാട് എനിക്ക് ഇഷ്ടമായിട്ടോ. റയോൺ മെറ്റീരിയൽ ആണ് കേട്ടോ. പിന്നെ ഇത് നല്ല അത്യാവശ്യം നല്ല 250 അണ്ടറിൽ വരുന്നതിൽ വെർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് തോന്നി. അപ്പൊ ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ എന്തായാലും എന്റെ പ്രൊഫൈല് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇത് വന്നിട്ട് പൊട്ടിച്ചിട്ടില്ല കേട്ടോ ഞാനത്. അത് മാത്രമേ ഞാൻ പൊട്ടിച്ചിട്ടുള്ളായിരുന്നുള്ളൂ. അടുത്ത വന്നിട്ട് അതും ഒരു തുണി ടോപ്പ് തന്നെയാണ് കേട്ടോ. ഇതും ഒരു അണ്ടർ 250 ഉള്ളിലാണ് ഞാൻ വാങ്ങിയത്. ഇപ്പൊ കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ പുറത്ത് പോയി വാങ്ങല് നടക്കില്ല. പിന്നെ ഞാൻ കൂടുതലും പുറത്തുനിന്ന് അങ്ങനെ ഡ്രസ്സ് എടുക്കല് വളരെ കുറവാണ്. അതെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ മാത്രമേ ഞാൻ പുറത്തുനിന്ന് എടുക്കുള്ളൂ. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് നെക്സ്റ്റ് വന്നിട്ട്. ഇതെനിക്ക് കണ്ടപ്പോൾ തന്നെ ഒത്തിരി ഇഷ്ടമായിട്ടോ. ഇതിന്റെ സ്ലീവ്സ് വന്നിട്ട് അതുപോലെ തന്നെ 3/4 സ്ലീവ്സ് ആണ് വരുന്നത്. പിന്നെ നെക്ക് വരുന്നുണ്ട്. നെക്കിലൊരു ടൈഅപ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഒരു എത്തനിക് പ്രിന്റ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നമുക്ക് എല്ലാ ഒക്കേഷനിലും ചേരുന്ന ഒരു ടൈപ്പ് ആണ് കേട്ടോ ഈ ഒരു ടോപ്പ്. പിന്നെ നോർമലി ഉള്ള പോലെ തന്നെ റയോൺ മെറ്റീരിയൽ ആണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഇത് അണ്ടർ 250 ആണ് പ്രൈസ് വരുന്നത്. അപ്പൊ ലിങ്ക് എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്തോട്ടോ വേണ്ടവര്. പിന്നെ ഇത് ഞാനൊരു കുറച്ച് നാളെ ഒരു ഷർട്ട് വാങ്ങണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഷർട്ട് വാങ്ങിയതാണ്. എനിക്ക് പിക്ചറിൽ കണ്ട ഒരുപാട് ഇഷ്ടമായിട്ട് വാങ്ങിയതാട്ടോ. ഇപ്പൊ കുറെ ആയ ഒരു ഷർട്ടൊക്കെ യൂസ് ആക്കിയിട്ട്. ഇതാണ് വരുന്നത്. നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടമായി.
ബട്ടൺ വരുന്നുണ്ട്, അതുപോലെ കോളർ നെക്കാണ് വരുന്നത്. ഈ ഒരു പാറ്റേൺ എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത്. കൂടുതലും ഇങ്ങനെ ലൈൻസ് പോലെയുള്ള ഒരു ഇതില്ലേ, എനിക്കത് കണ്ടപ്പോൾ എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. ജസ്റ്റ് ഒന്ന് വാങ്ങി നോക്കിയതാണ്. അത്യാവശ്യം നല്ല റിവ്യൂസ് ഒക്കെ കണ്ടായിരുന്നു. ഫുൾ സ്ലീവ് ആണ് വരുന്നത്. പിന്നെ 2 പോക്കറ്റ്സ് ഒക്കെ ഉണ്ട്. നല്ല മെറ്റീരിയൽ ആണ്. ഇത് അണ്ടർ 250 ആണ് പ്രൈസ് വന്നിട്ട്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ അടുത്ത വന്നിട്ട് ഒരു ബേബി പ്രോഡക്റ്റ് ആണ്. ഞാൻ ഓൾറെഡി ഇത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ ഒരു മിനി ഗ്രൂമിങ് സെറ്റ് ആണ് വരുന്നത്. എനിക്ക് അത്യാവശ്യം വർത്ത് ആയിട്ടുള്ളതായിട്ട് തോന്നി. ഇത് ഞാൻ അണ്ടർ 150ക്കാണ് ഇത് ഞാൻ വാങ്ങിയത്. നല്ല ക്യൂട്ട് പാക്കിംഗ് അല്ലേ, ക്യൂട്ട് ലയൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ലയൺ ആണോ? ലയൺ ആട്ടോ, ഞാനത് ഫ്ലവർ ആണെന്നൊക്കെ കരുതിയത്. എനിക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യാൻ നേരത്തെ ഇതിൽ വരുന്നേ ഈ ഒരു 4 സെറ്റായിട്ടാണ് ഇത് വരുന്നത്. ഫസ്റ്റ് തന്നെ വരുന്ന ഈ ഒരു ട്വീസർ ആണ് വരുന്നത്. ക്യാപ്പൊക്കെ ഉണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു നെയിൽ ഫയൽ ആണ് വരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ നെയിലൊക്കെ ഒന്ന് ഷേപ്പ് ആക്കിയൊക്കെ കൊടുക്കാം. പിന്നെ അടുത്തത് വരുന്നത് ഈ ഒരു നെയിൽ കട്ടർ ആണ് വരുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഉണ്ട് ഈ ഒരു നെയിൽ കട്ടർ. വളരെ ചെറുതാണ്. എഡ്ജൊക്കെ കറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഞാൻ ട്രിമ്മർ ഇതുവരെ യൂസ് ആക്കിയിട്ടില്ല കേട്ടോ. യൂസ് ആക്കിയിട്ടില്ല എന്ന് വെച്ചാൽ നെയിൽ കട്ടർ വെച്ച് തന്നെ അവന്റെ നെയിൽസ് ഒക്കെ എടുക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കിട്ടും ഇതുപോലെ തന്നെ. ഇതെല്ലാം ഞാൻ വേറൊന്നാണ് യൂസ് ആക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇതും കുഴപ്പമില്ല. പിന്നെ അടുത്തത് വരുന്നത് ഈ ഒരു കത്രികയാണ് കേട്ടോ. ഇതിന്റെ എഡ്ജൊക്കെ നന്നായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ മുറിയും കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു ഗ്രൂമിങ് സെറ്റാണ് കേട്ടോ. ഇത് അണ്ടർ 150ക്കാണ് ഞാൻ വാങ്ങിയത്, മീഷോന്ന് തന്നെ. എനിക്കിത് ഒരുപാട് ഇഷ്ടമായിട്ടോ. എന്നുവെച്ചാൽ വർത്തായിട്ട് എനിക്ക് തോന്നിയത് അണ്ടർ 150ക്കൊക്കെ. നമുക്ക് മീഷോ എന്നല്ല, ഏതൊരു ഇതിൽ നിന്നാണെങ്കിലും നമുക്ക് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി വെച്ചാണെങ്കിലും അതുപോലെ പ്രൈസ് വെച്ചാണെങ്കിലും നമുക്ക് അഫോർഡബിൾ ആണെങ്കിൽ പർച്ചേസ് ചെയ്യുന്നതിൽ തെറ്റില്ലെന്ന് തോന്നുന്നു. ചിലർ ഞാൻ മീഷോയിലെ പ്രൊഡക്റ്റ് ആണെന്ന് ചോദിക്കും, മീഷോയിൽ അങ്ങനെ ക്വാളിറ്റി ഇഷ്യൂ ഇല്ലെന്ന്. ചിലതിന് കാണും, ചിലതിന് കാണില്ല. നമുക്ക് എന്തായാലും നോക്കാമല്ലോ. എനിക്ക് എന്തായാലും ക്വാളിറ്റി വെച്ചാണെങ്കിലും പ്രൈസ് വെച്ചാണെങ്കിലും ഇത് രണ്ടിലും വർത്തായിട്ട് തന്നെ എനിക്ക് തോന്നി കേട്ടോ. ഇതെന്താണെന്ന് അറിയില്ല, തുറന്ന് നോക്കാം. ഇതിലൊക്കെയാണ് പൊതിഞ്ഞ് തന്നേക്കുന്നത്. എന്താ സാധനം തോന്നുന്നു. ഫസ്റ്റ് ടൈമായിട്ട് എനിക്ക് ന്യൂസ് പേപ്പർ കിട്ടുന്നത് മീഷോയുടെ ഇരുന്ന്. കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് ബിസിയാക്കി ഇരുത്താൻ വേണ്ടി, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ടൈമൊക്കെ അവർ ഈ ഫോണും TV ഒക്കെ കാണുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ സ്ക്രീൻ ടൈം ഒന്ന് കുറച്ചു കൊടുക്കാൻ, അവരെ ഒന്ന് ബിസിയാക്കി ഇരുത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടോയ് ആണ് കേട്ടോ ഇത്. ഇത് പ്രൊജക്ടറാണ്, മിനി പ്രൊജക്ടറാണിത്. ഞാൻ കാണിച്ചു തരാം. ഇത് വന്നിട്ടൊരു പ്രൊജക്ടർ ടൈപ്പ് ഒരു ടോർച്ചാണ്. ഇതിൽ നമുക്കിത് ഇവിടെ ബാറ്ററി ഉണ്ട്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ ഈ ഒരു പോർഷനിൽ. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഓൺ ചെയ്യണ ബട്ടൺ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഓണായി കഴിയുമ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, വരുന്നുണ്ട്. കാണുന്നില്ലേ 4. ഞാൻ അത് പിടിക്കുന്നത് ശരിയല്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് യൂസ് ആക്കുന്നത്. 3, 2. ഇത് നമ്പേഴ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്, അങ്ങനെ 24ഓളം ഉണ്ടെന്നാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഞാൻ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയാം. പക്ഷെ ഇതൊരു അണ്ടർ 150ക്കാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തത്. ലിങ്ക് എന്തായാലും ഞാൻ എൻ്റെ പ്രൊഫൈലിൽ ലിങ്കിൽ കൊടുത്തേക്കാം, ബയോയിൽ കൊടുത്തേക്കാം. നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് ബിസിയാക്കി ഇരുത്താൻ വേണ്ടി അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ടോയ് ആണ് കേട്ടോ. ഇത് ഒരു 2 years 3 years ഒക്കെ വരെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ. 4 ഓർഗനൈസർ ആണ് കേട്ടോ. എല്ലാം ഒന്നല്ല, 4 ഡിഫറെന്റ് ആണ്. അപ്പൊ എന്തായാലും ഞാൻ ഓരോന്ന് ഇത് കാണിച്ചു തരാം. അപ്പൊ ഫസ്റ്റ് തന്നെ ഇത് ഇതിൽ കൊടുത്തിട്ടുണ്ട് ടൂത്ത് ബ്രഷ് ഹോൾഡർ ആണ്. ഞാനപ്പോ ഒന്ന് വാങ്ങിയതാണ്. എൻ്റെ കയ്യിലൊരു ഹോൾഡർ ഉണ്ടായിരുന്നു, ടൂത്ത് പേസ്റ്റിന്റെ ബ്രഷിന്റെ ആയിരുന്നു. അപ്പൊ അത് പോയായിരുന്നു. ഇത് ടൂത്ത് പേസ്റ്റും ബ്രഷും കൂടിയുള്ള ഒരു ഹോൾഡർ ആണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം കണ്ട, ഞാൻ ഇങ്ങനത്തെ ഹോൾഡർ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഒന്ന് വാങ്ങി നോക്കിയതാണ്. എന്തായാലും ഒന്ന് നോക്കാം. കൊള്ളാല്ലേ? ഇത് വന്നിട്ട് നമുക്ക് ബ്രഷ് ഇട്ട് വെക്കാനാണ് കേട്ടോ. ടൂത്ത് ബ്രഷ് ഹോൾഡർ ആണിത്. നമുക്ക് എന്നിട്ട് ഇങ്ങനെ അടച്ചു വെക്കാവുന്നേ ഉള്ളൂ. ആണ് മെയിൻ ആയിട്ടുള്ള സംഭവം. അതിന്റെ കൂടെ ഇത് കിട്ടുന്നതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ടൂത്ത് പേസ്റ്റിന്റെ ഹോൾഡർ ആണ്.
ഇത് ഞാൻ ഇത് ഇങ്ങനെ നമുക്ക് ഊരിയെടുക്കാം. എന്നിട്ട് നമ്മുടെ നമുക്ക് ഞാൻ തിരിച്ചാണ്ട് പിടിച്ചേക്കണം. ഊരിയെടുത്തിട്ട് ഇത് ഊരിയെടുത്തില്ല, നമ്മുടെ പേസ്റ്റ് ഇല്ല, എന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ വെച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഇവിടെ വീഡിയോ കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും അത് മനസ്സിലാക്കാൻ. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ വെച്ചു കൊടുത്തിട്ട് നമുക്കിത് നോർമലി ഇടുന്ന പോലെ ഇടാം. എന്നിട്ട് നമുക്ക് വേണ്ടപ്പോഴൊക്കെ അയ്യോ ഇത് എങ്ങനെ ഇടുന്നത്, ഇങ്ങനെ വെച്ചാൽ മതി, വെറുതെ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിത് എവിടെ വേണമെന്ന് വെച്ചാൽ അവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉള്ളിലോട്ട് ബ്രഷ് ഇങ്ങനെ വെച്ചിട്ട് എടുക്കാവുന്ന കേട്ടോ. ഈസി തന്നെ ഉള്ള കേട്ടോ ഈ ഒരു ടൂത്ത് ബ്രഷിന്റെ ഹോൾഡറും. മെയിനായിട്ട് ഈ ഒരു പേസ്റ്റിന്റെ ഹോൾഡർ വാങ്ങിക്കാനാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ കിട്ടിയതാണ്. അപ്പൊ ഇതിന്റെ രണ്ടിനും കൂടി അണ്ടർ 150 ആയിട്ടുള്ളൂ. പിന്നെ ഇതെല്ലാം നമ്മൾ ഗൂഗിൾ പേ ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു 20 രൂപയൊക്കെ ഓഫ് കിട്ടാറുണ്ട്. ഇപ്പൊ എന്തായാലും ഇത് വർത്താണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. നമുക്ക് അടുത്തൊന്ന് പൊടിച്ചു നോക്കാം. ഇത് വന്നിട്ട് എഗ് ഹോൾഡർ ആണ് കേട്ടോ. ഇത് ഹോൾഡറിനേക്കാളും കൂടുതൽ ഞാൻ വാങ്ങിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹോൾഡറിനേക്കാളും ഒന്നല്ല, ഇത് എഗ് ഹോൾഡർ ആണ്. പിന്നെ അത് കൂടാതെ ഇത് ഞാൻ കണ്ടത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, നമ്മള് എഗ്സ് ഒക്കെ ബോയിൽ ചെയ്യത്തില്ലേ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ, പൊട്ടിച്ചിട്ട് പറഞ്ഞുതരാം. രണ്ടും കൂടെ നടക്കില്ല. നല്ല രസമില്ലേ? കൊള്ളാല്ലേ? എനിക്കിഷ്ടായി. ഇത് 6 എഗ്സ് നമുക്ക് വെക്കാം. ഇത് നമ്മള് എഗ് ഹോൾഡറിനേക്കാളും കൂടുതൽ എനിക്ക് പറയാനുള്ളതല്ലേ, ഞാൻ കണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ബോയിൽ ചെയ്യില്ലേ എഗ് ബോയിൽ ചെയ്യാൻ നേരത്ത് ഇങ്ങനെ വെള്ളത്തിലിട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയൊക്കെ മുട്ടി പൊട്ടറൊക്കെ ഇല്ലേ, അപ്പൊ അങ്ങനെയൊക്കെ ഇല്ല. അതായത് നമുക്ക് ഇതിൽ എഗ്സ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ആ ഒരു വെള്ളത്തിൽ ഇത് ഇറക്കി വെച്ചാൽ മതി. അങ്ങനെ ഞാൻ വീഡിയോ കണ്ടു കേട്ടോ. അപ്പോ എഗ് ബോയിൽ ആകും, അങ്ങനെയാണ് കൊടുത്തു വെച്ചത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമുക്ക് അല്ലെങ്കിൽ കൂടി എഗ്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ ഇതിൽ വെക്കാൻ പറ്റുമല്ലോ, നല്ല രസമായിരിക്കില്ലേ ഇതിലിങ്ങനെ ഇരിക്കുമ്പോൾ. ഇത് പെങ്കിന്റെ ഒരു ഇതാണ്ടോ വന്നേക്കുന്നത്, മോഡലാണ് വന്നേക്കുന്നത്. ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ? ആയിക്കൊള്ളല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ക്യൂട്ട് പെങ്കിൻ എഗ് ഹോൾഡർ ആണ് കേട്ടോ. ഇതും വന്നേക്കുന്നത് അണ്ടർ 150 ആണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. 2 ജ്വല്ലറി ബോക്സ് ആണ് കേട്ടോ, ചെറിയ ബോക്സ് ആണ്. ഫസ്റ്റ് വന്നിട്ട് ഇത് പൊട്ടിക്കാം. ക്യൂട്ടാണ് ഈ ഒരു ബോക്സ്. ഒരു കാർഡൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നല്ല ക്യൂട്ടായിട്ടില്ലേ? പൊടിച്ച് കാണിച്ചു തരാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എനിക്ക് ഇതുപോലെയുള്ള കുട്ടി 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 സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ എവിടെയെങ്കിലൊക്കെ ഒന്ന് 2-3 ദിവസത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ അത്യാവശ്യം വേണ്ട ചെറിയ 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 ജ്വൽസ് ഒക്കെ ഇതിൽ, ചെറിയ ചെറിയ നല്ല അത്യാവശ്യം വലുതൊക്കെ കൊണ്ടുപോകാം കേട്ടോ. നമ്മുടെ ഇയറിങ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ചെയിൻ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇതിലൊക്കെ കൊണ്ടുപോകാം കേട്ടോ. ഇത് നമുക്ക് എടുത്തിട്ട് കണ്ടായിരുന്നല്ലോ അതിലതെ, നമുക്കിത് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം, അങ്ങനെ വെക്കാം. ഇത് നമുക്ക് ഇതെടുക്കാൻ പറ്റില്ല കേട്ടോ, ഇതെടുക്കാൻ പറ്റില്ല, ഇത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. സോ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. പിന്നെ ഈ ഒരു പോർഷനിലാണെങ്കിൽ നമുക്കിത് എന്താ എന്തെങ്കിലും ഇട്ട് വെക്കാം. ഇവിടെ നമുക്കിത് ഹാങ് ചെയ്തിടാം. ഇപ്പൊ ഹാൻഡ് ബാഗിലാണെങ്കിൽ കൂടി നമുക്ക് കൊണ്ടുപോകാന്നേ ഉള്ളൂ, അത്രയും ചെറുതാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. നല്ല ക്യൂട്ടായിട്ടില്ലേ? പിന്നെ പ്രൈസ് പറഞ്ഞില്ലല്ലോ, ഇത് വന്നിട്ട് അണ്ടർ 150 ആണ്. ഞാൻ പറഞ്ഞില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് പറഞ്ഞേട്ടോ. അണ്ടർ 150 ആണ്, വർത്തായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ഇതാണ്ടോ നമ്മുടെ ലാസ്റ്റ് വണ്ണാണിത്. അപ്പൊ ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം.
കുറെ പേര് കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ റീൽസിലൊക്കെ വൈറലായിരുന്നു ഇത്. കുറെ പേര് മീൻസ് ചിലരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ വീഡിയോസ് കാണുന്നവരട്ടോ, അല്ലാത്ത എല്ലാരും ഇപ്പൊ കാണണമെന്നില്ലല്ലോ. ഇത് വന്നിട്ടൊരു 2 ലെയർ 3 ലെയർ ആണോ 2 ലെയർ ആണോ, ഓക്കെ 2 ലെയർ വരുന്ന ഒരു ഓർഗനൈസർ ആണ്. ട്രാൻസ്പെറന്റ് ആണ്. ഞാൻ ഈ ഒരു കളർ ഉദ്ദേശിച്ചാണ് വാങ്ങിയത്, എനിക്കറിയില്ല, ചിലപ്പോ വൈറ്റ് ആയിരിക്കാം വന്നേക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ച 2 കളറും അല്ലെന്ന് തോന്നുന്നു, ഗ്രീൻ ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്. ഓക്കെ ശരിയാണ്, ഗ്രീൻ ആണ്, പക്ഷെ കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു കളറാണ് ഉദ്ദേശിച്ചത്, കുഴപ്പമില്ല, എന്നാലും ഗ്രീൻ ആണെങ്കിൽ ഓക്കെ ആണ്. അടിപൊളി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ വൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ ഗ്രീൻ ആണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഹായ്, ഇതിന്റെ ഉള്ളിൽ വന്നിട്ട് ഇത് ഇങ്ങനെയാണ് കേട്ടോ. ഫസ്റ്റ് ലെയർ ആണിത്. ഓക്കെ, ഇത് ഫസ്റ്റ് ലെയർ ആണ്. ഇത് കണ്ടോ, പിന്നെ നെക്സ്റ്റ് ഒരു ഇതും കൂടിയാണിത്. ആ ഒരു ലെയർ മാറ്റുമ്പോഴുള്ളതാണ് കേട്ടോ. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഇത്തിരി വലിയ ഇയറിങ്സ് ഒക്കെ ഇടാം. വലിയ ഇയറിങ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഇതിലിടാം നമുക്ക്. ഇതിൽ വേണമെങ്കിൽ ചെയിനൊക്കെ ആണെങ്കിൽ ഇട്ട് വെക്കാം കേട്ടോ. ഇതിൽ കുഞ്ഞി ചെയിനൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഇട്ട് വെക്കാം, അല്ലെങ്കിൽ ഇയറിങ്സ് ഇടാം. ഇതിൽ നമ്മുടെ സ്റ്റഡ്സ് ഇല്ലേ, അതുപോലത്തെ ചെറിയ ചെറിയ കുഞ്ഞി റിങ്സ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ ഇതിലിട്ട് വെക്കാം. നല്ല ക്യൂട്ടായിട്ടില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പക്ഷെ ഇതിന്റെ പ്രൈസ് വന്നിട്ട് അണ്ടർ 250 ആണ്. 256ഓ 246ഓ അങ്ങനെ, സോറി 236 അങ്ങനെ എന്തോ ആയിരുന്നു ഞാൻ പർച്ചേസ് ചെയ്തപ്പോ. പക്ഷെ എനിക്കത് 220കോ 250കോ എന്തോ കിട്ടി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. നമുക്ക് അത്യാവശ്യം വെർത്തായിട്ടുള്ളതൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിലൊക്കെ ഞാൻ കണ്ടായിരുന്നു, അതിലൊക്കെ നല്ല പ്രൈസ് കാണിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ ഞാൻ നോക്കിയത്, പക്ഷെ എനിക്കങ്ങനെ വെർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണെന്ന് തോന്നണേ കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, നല്ല ക്യൂട്ടായിട്ടുണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ള ഓർഗനൈസർ ആണ് കേട്ടോ. താഴെ വീഴാതെ നോക്കണം, ചിലപ്പോൾ പൊട്ടും. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഇത് രണ്ടും. ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ, ഞാൻ ഇതെല്ലാം ഓൺലൈൻ പേയ്മെന്റ് ആണ് ചെയ്തത്, ക്യാഷ് ഓൺ ഡെലിവറി ചെയ്തില്ല. നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുമ്പോൾ നമുക്ക് അവർ ഓഫറും കാര്യങ്ങളൊന്നും തരില്ല. അതിൽ കൊടുത്തേക്കണ എന്താണ് എമൗണ്ട് നമ്മൾ അത് തന്നെ പേ ചെയ്യണം അവർ വരുമ്പോൾ. നോർമലി നമ്മൾ ഓൺലൈൻ പേയ്മെന്റ് ആണ് ചെയ്യുന്നത്, നമുക്ക് ഒരു 20 രൂപ അല്ലെങ്കിൽ ഒരു 15 രൂപ, 15ന് മേളിലൊക്കെ എനിക്ക് എപ്പോഴും ഡിസ്കൗണ്ട് വരാറുണ്ട്, ഓഫർ കിട്ടാറുണ്ട്. എല്ലാത്തിനും ഒരു 20 രൂപ, 20, 21 അങ്ങനെയൊക്കെ എനിക്ക് കിട്ടും കേട്ടോ. നമുക്ക് കുറവ് കിട്ടും ഓൺലൈൻ പേയ്മെന്റിൽ. അപ്പൊ അത് ചൂസ് ചെയ്യുന്നത് നല്ലത് നമുക്ക്. ഞാൻ അതാണ് ചൂസ് ചെയ്യുന്നത്. പിന്നെ വന്നിട്ട് ഒന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് ആദ്യത്തെ അല്ല, ഇത്രയും ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ട് സംസാരിക്കുമ്പോൾ ടെൻഷൻ ആവുന്നില്ല, സംസാരിക്കുമ്പോൾ ആകെ ഒരു ടച്ച് വിട്ട ഒരു ഫീൽ കേട്ടോ, അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഇത്രയും പ്രൊഡക്റ്റ് നിങ്ങളെ കാണിച്ചില്ലേ, ഇതിന്റെ ലിങ്ക് എന്തായാലും എന്റെ ബയോയില് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. അത്യാവശ്യം ഞാനെല്ലാം വാങ്ങിയത് അഫോർഡബിൾ പ്രൈസിൽ വെച്ചാൽ വാങ്ങിയത്. അണ്ടർ 250ലുള്ള പ്രൊഡക്റ്റ് ആണ് ഞാനിപ്പോൾ കാണിച്ചത്. അതിൽ കൂടുതലും അണ്ടർ 150യുടെ താഴെയാണെന്ന് തോന്നുന്നു, തോന്നുന്നതല്ല, ഉറപ്പാണ്. ആകെ ഇതും ഈ ഒരു ഓർഗനൈസറും പിന്നെ ഒരു ഡ്രസ്സും മാത്രമേ 250 അണ്ടർ 250ക്ക് വന്നിട്ടുള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ ബാക്കിയെല്ലാം 150, 140 ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന പ്രൊഡക്റ്റ് ആണ്, 120നൊക്കെ നിൽക്കുന്നതാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും കാണിച്ചതിന്റെ ലിങ്ക് എല്ലാം ഞാൻ എൻ്റെ പ്രൊഫൈലിൽ ബയോയിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇനിയുള്ള വീഡിയോസ് കാണാൻ വേണ്ടി ഒന്ന് നോട്ടിഫിക്കേഷൻ. സോ എൻ്റെ വീഡിയോസ് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് ലെയ എന്നാണ്,
ഞാൻ ഇതിപ്പോൾ ആദ്യം പറഞ്ഞിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു, വീണ്ടും ഞാൻ പറയുവാണ്, റിപ്പീറ്റ് അടിച്ച് പറഞ്ഞു പോകാട്ടോ. എൻ്റെ പേര് ലയ എന്നാണ്. എൻ്റെ ചാനലിൻ്റെ പേര് ബ്രൗണിഷ് ഗേൾ എന്നാണ്. എല്ലാ ടൈപ്പും വീഡിയോസ് ഇപ്പോൾ ഇതിൽ വരുന്നുണ്ടാവും. കാരണം ബേബി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ബേബീൻ്റെ കാര്യങ്ങൾ വരും, ചിലപ്പോൾ ഇതുപോലെയുള്ള അൺബോക്സിങ് ഇനിയും ഉണ്ടാവാം, അതും അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ വരും, ചിലപ്പോൾ ട്രാവലിൻ്റെ വ്ളോഗായിരിക്കും. അപ്പോൾ ആകെ ഒരു മിക്സഡ് കണ്ടന്റിലോട്ട് എൻ്റെ ചാനൽ പോയിക്കൊണ്ടിരിക്കുവാണ്. കുറേ നാളായിട്ട് വീഡിയോസ് ഇല്ലായിരുന്നല്ലോ, അപ്പോൾ കിട്ടുന്ന പോലെയൊക്കെ ഞാൻ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ.